ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമുക്ക് പ്രിയപ്പെട്ടവരൊന്നും എന്നും നമ്മളൊപ്പം ഉണ്ടാവൂല ഹരി. പക്ഷേ നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. ഞാൻ എന്താ കരയാതിരിക്കുന്നേന്ന് അറിയോ? എന്നെ നിത്യാമ്മയ്ക്കും അച്ഛനും വേണ്ടിയാ. ഞാൻ അവിടെ നിന്ന നിങ്ങൾ എല്ലാരും കൂടെ നിത്യാമ്മേനെ അച്ഛനും ഉപദ്രവിക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി എന്റെ ത്യാഗവും ഞാൻ സഹിക്കും. മോളെ, എന്റെ അച്ഛനും അമ്മയും അല്ലാതെ ഞാൻ വേറെ ആരെ സ്നേഹിക്കില്ല, ഒരിക്കലും സ്നേഹിക്കില്ല. ഹരി, ഹരി, എന്തേ കാണിക്കുന്നേ? ഹരി, ഭ്രാന്ത് പിടിച്ചോ ഹരിക്ക്? എപ്പോഴാ ഹരി ഇങ്ങ് പോന്നെ? എപ്പോഴാ പാടത്തേക്ക് ഇറങ്ങിയേ? ഞാൻ പിടിച്ചു നിൽക്കാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ട് ഇതെന്ത് പറ്റി? ഞാൻ ശ്രമിച്ചു നോക്കിയതാണോ, പറ്റുന്നില്ല എന്നെ കൊണ്ട്. ഹരി, ഹരി, താ എണീക്ക്, നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ. വേണ്ട സാർ. മോനെ, നീ എണീക്ക്. എണീക്കുന്നേ. അങ്ങനെ പറയാൻ ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യം എടുത്തെന്ന് കരുതിക്കോ. മോനെ, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. മണ്ണിൽ പണിയെടുക്കുന്നവന്റെ സന്തോഷവും സങ്കടവും ഒക്കെ മണ്ണിൽ തന്നെയാ തീരുന്നത്. നീ വാ, നമുക്ക് കുറച്ചു നേരം വീട്ടിൽ ഇരുന്ന് സംസാരിക്കാം. ആ മോളെ, ഹരിയെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വാ. വാ ഹരി, ഈ അവസ്ഥയിൽ ഇവിടെ ഇരുന്നാല് ഹരിക്ക് ഭ്രാന്ത് പിടിക്കുള്ളൂ. വാ വാ വാ. നമുക്ക് പ്രിയപ്പെട്ടവരുടെ നഷ്ടം നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഒന്നും അല്ലാതാക്കി കളയും. നിങ്ങളെന്നെ തിരക്കി വന്നപ്പോ നാട്ടുകാര് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തന്നില്ലേ? ഒരു വീട്ടിനകത്ത് അടച്ചിട്ടിരിക്കുന്ന ഭൂതത്താന്റെ കഥ. അതാണോ എന്നെയോ അങ്ങനെ ആക്കിയത്. ഒരു കാലത്ത് ഈ വീടും പാടശേഖരങ്ങളും ഒക്കെ സ്വർഗം തന്നെയായിരുന്നു. എന്റെ മകൻ, എന്റെ മകള്, ഭാര്യ. ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഒന്ന് മൂകാംബി വരെ പോയതാ.
അവിടെ ചെന്ന് തൊഴിൽ തിരിച്ചു വരുമ്പോൾ രാത്രിയായി. ഡ്രൈവർ ഉറങ്ങിപ്പോയി. പാഞ്ഞു വന്ന ഒരു ലോറി ഞങ്ങൾ യാത്ര ചെയ്തിരുന്ന കാറിന്റെ മുകളിൽ കൂടെ കയറിപ്പോയി. ഞാനൊന്നും അറിഞ്ഞില്ല. 22 ദിവസം ആശുപത്രി കിടന്നു. അതിൽ ഭൂരിഭാഗം ദിവസവും ബോധമില്ലാതെയാ. ബോധം വന്നപ്പോ ദേഹം മുഴുവൻ തുന്നിക്കെട്ടലുകളായിരുന്നു. അവിടെ കിടന്നുകൊണ്ട് ഞാൻ ഓരോരുത്തരെയായി തിരക്കി. ചുറ്റും കൂടിയുന്നവരൊന്നും ഒരു മറുപടിയും പറഞ്ഞില്ല. പിന്നെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ എനിക്ക് ബോധ്യമായി. അവര് 3 പേരും ഒന്നിച്ച് ഒരു പോക്ക് അങ്ങ് പോയെന്ന്. എന്തിനാണ് എന്നെ മാത്രം ബാക്കി വെച്ചെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ ചിന്തിച്ച് ഞാൻ കണ്ടെത്തിയ ഉത്തരം എന്താണെന്നറിയോ? അവരൊക്കെ ഭൂമിയിൽ പോകുമ്പോ അവരെ ഓർത്ത് കരയാനും ഒരാള് വേണ്ടേ? അതായിരിക്കും എന്റെ നിയോഗമെന്ന്. ജീവിതത്തിൽ നിന്ന് സ്വപ്നങ്ങളെല്ലാം പോയി, നിറങ്ങൾ പോയി, കളിചിരികളെല്ലാം പോയി. പിന്നെ ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുകയായിരുന്നു. ചുരുക്കി പറഞ്ഞ നിങ്ങൾ എന്നെ വന്ന് കാണുന്നത് വരെ. സാർ, നമുക്ക് പ്രിയപ്പെട്ടവരൊന്നും എന്നും നമ്മളൊപ്പം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. എല്ലാം താങ്ങാനുള്ള കരുത്ത് ദൈവം നിനക്ക് തരട്ടെ. ഞാനും പ്രാർത്ഥിക്കാം. ആന്റി, എന്തുണ്ട് വിശേഷം? ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ മനു അറിയുന്നുണ്ടല്ലോ. ഹരിയേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ആ, ഹരി പാടത്തേക്ക് പോയിരിക്കുക. നിത്യമുണ്ട് കൂടെ. എന്താ മോനെ, പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് ആന്റി. ഞാൻ ഇന്നലെ ഒരു ഔദ്യോഗിക ഫംഗ്ഷന് വേണ്ടി ജയിലിൽ പോയിരുന്നു.